തീർച്ചയായിട്ടും. കാരണം ഇതില് പാകിസ്ഥാന്റെ ഒരു ഹാൻഡ് ഉണ്ട് എന്നുള്ളതിന് നമുക്ക് ആദ്യമേ സംശയം ഉണ്ടായിരുന്നല്ലോ. വരുന്ന വാർത്തകൾ ആണല്ലോ മനസ്സിലാവുന്നത്. അപ്പൊ അത് ഇവരെ ഈ ഡോക്ടർ ഷഹീനെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് അത് കൺഫേം ആയി കഴിഞ്ഞാൽ അവര് ഇത് ലഷ്കർ ഇ തൊയ്ബല്ല, ജെയ്ഷെ മുഹമ്മദിന്റെ ഒരു ലേഡീസ് വിങ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യാൻ അവർ ട്രൈ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മള് രാജ്യത്ത് ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കാൻ ജെയ്ഷെ മുഹമ്മദ് ട്രൈ ചെയ്യാണ്. അതില് തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം ഡീപ്പായിട്ടാണ് ഇതിന്റെ റൂട്ട്സ് നമ്മുടെ ഈ പൊതുസമൂഹത്തിൽ വന്നിരിക്കുന്നത്. ഇതുപോലെയുള്ള ഡോക്ടേഴ്സ് ഇത്തരത്തില് പ്രവർത്തിക്കുമ്പോൾ നമ്മളൊക്കെ വളരെ റെസ്പെക്ട് കൊടുക്കുന്ന ഡോക്ടേഴ്സാണ് ഇവരൊക്കെ കുറിച്ച് നല്ല അഭിപ്രായമാണ് പണ്ടുണ്ടായത്. ഈവൻ ഈ ലേഡി ഡോക്ടർ റാങ്ക് ഹോൾഡറാണ് MBBS-നും MD-ക്കൊക്കെ പഠിക്കുമ്പോൾ. അപ്പോഴവർ നല്ലൊരു ജീവിതം നയിച്ചുകൊണ്ട് 2 കുട്ടികളും ഭർത്താവ് ഡോക്ടറായിട്ട് കഴിഞ്ഞുകൂടുകയായിരുന്നു. അപ്പോൾ അവരൊക്കെ സമൂഹത്തിൽ നല്ല ജീവിച്ചതിന് ശേഷമാണ് എവിടെയോ വെച്ചിട്ട് അവർ വഴിതെറ്റിയിരിക്കുകയാണ്. അപ്പൊ അവര് സ്വന്തം നാട്ടിനെതിരായിട്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ച് ഈ ജിഹാദികളുടെ, അതായത് ഈ നമ്മുടെ ഇന്ത്യയെ ശിഥിലമാക്കാൻ ചെയ്യുന്ന ശക്തികളുടെ കയ്യിൽപ്പെട്ടിരിക്കുകയാണ്. അതിൽ കൂടി അവർ നാട്ടില് അശാന്തി വിതക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവർ കേസിൽപ്പെട്ടത് ഇപ്പം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം വളരെ കണിശമായിട്ട് നമ്മുടെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി, നമ്മുടെ ഇന്റലിജൻസ് ഏജൻസി ഒക്കെ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടാണ് ഇതിപ്പം പുറം രാജ്യം അറിഞ്ഞത് പുറത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനിയും കൂടുതൽ അന്വേഷണം മുന്നോട്ട് പോകണം. അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാലോ ഇവിടുത്തെ ബാക്കി മോഡ്യൂൾസും അല്ലെങ്കിൽ ബാക്കി ഇവരായിട്ട് സഹായിക്കുന്ന, ഇവർക്ക് എല്ലാ തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യുന്ന ആരൊക്കെയുണ്ട് അവരൊക്കെ കണ്ടെത്താനും ഒരു പരിധിവരെ ഈ വളരെ ഡോർമെന്റ് ആയി കിടക്കുന്ന സ്ലീപ്പർ സെൽസിനെ അവരെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.